കൃഷ്ണമേനോൻ മാർഗിൻ്റെ തൊട്ടടുത്തുള്ള അവിടെയാണല്ലോ ആദ്യം അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ നിന്ന് പോയിട്ടില്ല. അവിടെ ബുക്കിംഗ് എടുത്ത് പോയവരുണ്ടെന്ന് ഇതൊക്കെ ഞാൻ ചോദിച്ചില്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചൊവ്വാഴ്ച തൊട്ട് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങും, ഒരു സംശയമില്ല. പിന്നെ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് കൗണ്ടർ മാർഗം വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ വിഗ്രഹമോഷ്ടാവാണ്, ക്രിമിനലാണ്. എനിക്കൊരു ക്രിമിനൽസുമില്ല. ഞാൻ ഇതെല്ലാണെന്ന് ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചല്ലോ. എനിക്കെന്താ പറയണതിന് മടി? ഒരു അംഗീകാരമായിട്ടാണ് ഇപ്പോൾ എന്നെ കണക്കാക്കണത്. അതായത് എന്നെ ആരും അറിയപ്പെടാത്ത ഒരു സാധാരണക്കാരനാണ് ഞാൻ. ജോമോൻ പുത്തമ്പുരക്കൽ എന്ന് പറഞ്ഞ ഒരു മഹാൻ വേറൊരു കൂടസംഘവും കൂടി 500 കവർ മേടിച്ച് ലോകം മുഴുവൻ എന്നെക്കുറിച്ച് പരാതി അയച്ചു. ഒരു സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ചെയ്ത് അതോടുകൂടി എൻ്റെ ഫോൺ നമ്പറും കൊടുത്ത് ആണ് എന്നെ മാർക്കറ്റിലേക്ക് ഇറക്കി തന്നത്. ഞാനായിട്ടൊരു ഭാഗവും ചെയ്തിട്ടില്ല. ഇതെല്ലാണെന്ന് പേരും കൽപ്പിച്ചു തന്ന്. പിന്നെ ഞാനെന്തിനിത് മാറ്റാൻ പോണ? ഒഫീഷ്യൽ റെസിഡൻസിൽ ഫയൽ വരുമല്ലോ. ഏത് മന്ത്രിയുടെ വീട്ടിലാണ് ഫയൽ വരാത്തത്? എല്ലാം ഓഫീസിലല്ലല്ലോ നോക്കുന്നത്. മന്ത്രിയുടെ മക്കൾക്ക് ഉള്ള സ്വാതന്ത്ര്യം വേറെ ആർക്കെങ്കിലും കിട്ടുമോ? നമ്മളിതൊക്കെ വെറുതെ വാദഗതിക്ക് എടുത്താലും കാര്യങ്ങളുടെ ഗൗരവത്തിലേക്ക് വരുമ്പോൾ അല്ലല്ല, ലെഫ്റ്റനന്റ് ഗവർണർ ആവാൻ പോയ ടെറർ നേതാവിന് 1 കോടി രൂപ കൊടുക്കാനായിട്ട് 90 വരെ ആയപ്പോൾ എന്നോട് പറഞ്ഞ് ഭൂമി വിൽക്കാനുണ്ട്, ഭൂമി വാങ്ങൽ എനിക്ക് അക്കൗണ്ടിൽ പൈസ ഉള്ളതുകൊണ്ട് വാങ്ങാം. അതിന് അഡ്വാൻസ് 10 ലക്ഷം അക്കൗണ്ടിൽ കൊടുത്തു. 1 തികച്ച് 1 വെള്ളത്തിൽ പോയി. എൻ്റെ 10 കിട്ടിയിട്ടില്ല ഇപ്പോഴും. 10 പെൻഡിങ്ങാണ്. ഡെഡ് ലൈനില്ല. ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേ ആയി. അപ്പോൾ സ്ഥാനാർത്ഥി ആയി കഴിയുമ്പോഴത്തേക്കും ഫണ്ട് വരുമെന്നാണ് പറഞ്ഞത്. ഫണ്ടും ബ്ലോക്കായിപ്പോൾ. കേരളത്തിലേക്ക് ഫണ്ട് വന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. സുരേഷ് ഗോപിയുടെ നിയോജകമണ്ഡലത്തിലെ 4-5 ബൂത്ത് ഏജന്റുമാരോട് ഞാൻ ചോദിച്ചു 2000 ഉറുപ്പികയും അനിൽ ആന്റണി 4000 ഉറുപ്പികയും കൊടുത്തിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് മുതലാളി കാശുള്ള മുതലാളിയാണ്. അത് ഞാൻ പറയണില്ല, അങ്ങനെ ചോദിക്കണ്ട. വളച്ച ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. എന്നെ വിളിക്കൂല്ല. സ്ഥാനാർത്ഥി മെസ്സേജ് അയച്ചിരുന്നു എനിക്ക്. ആ മെസ്സേജ് ഡിലീറ്റും ചെയ്ത്. അത് മെസ്സേജ് അയച്ചെന്ന് തോന്നിപ്പിക്കാനുള്ള മെസ്സേജും അത് ഡിലീറ്റ് ഫോർ എവരിബഡിയും കൊടുത്തു. ഡിലീറ്റ് ഫോർ എവരിബഡി. ഞാൻ പറയട്ടെ, ഞാൻ വോട്ടെണ്ണാലും എൻ്റെ വിഷയമല്ല. വോട്ട് എണ്ണാണ്ടിരിക്കണ എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, അനിൽ ആൻ്റണിയുടെ കാൻഡിഡേറ്റ്ഷിപ്പിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. LDF UDF ഇല്ല. ഈ ആൻ്റണിയെ അനിൽ എന്നോടൊപ്പം കൂട്ടിച്ചേർത്ത് അദ്ദേഹം വിമാനത്തിൽ പോലും എന്നെ കണ്ട തല കുനിച്ചാണ് പോണത്. തോമസ് ഐസക്ക് എന്നെ കണ്ട ഒരു അകലത്തിലേക്ക് പോകും. കാരണം ഞാൻ അദ്ദേഹം വല്ല കുഴപ്പത്തിൽ ചാടണമെന്ന് ഓർത്ത്. അവരോട്ട് എനിക്ക് ഞാൻ പറഞ്ഞത്, അനിൽ ആൻ്റണി ഒരു സൂപ്പർ ദല്ലാളും ഞങ്ങളൊക്കെ ജൂനിയറുമാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ടേപ്പുകൾ പുറത്തുവിടുന്നല്ല പറഞ്ഞത്, രേഖകൾ പുറത്തുവിടുന്നതാണ്, തെളിവുകളാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ 9868 എന്ന് പറഞ്ഞൊരു MDNL നമ്പറിൽ നിന്ന് വിളിക്കാറുണ്ട്. ആ നമ്പർ അന്ന് പരിശോധിച്ചപ്പോൾ MPമാർക്ക് കൊടുക്കുന്ന MDNL നമ്പറാണ്. ആ നമ്പറിലാണ് എൻ്റെ ഈ പണം കൊച്ചിയിൽ കൈമാറുമ്പോഴൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത്. ആളെത്തിയിട്ടുണ്ട്, കൈപ്പറ്റൂ, ഞാൻ കൈപ്പറ്റും, റോട്ടിൽ കൊണ്ടുവന്ന് വരും, വാങ്ങിയിരുന്നു. ഞങ്ങളാണ് എന്തിനാ എൻ്റെ പണം? ആരോപണം ഉന്നയിച്ച ദിവസങ്ങളൊന്നും ആയിട്ടില്ല, 3 ദിവസമായിട്ടാണ്. അങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനെന്തിനാ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം? ഞാനൊരു ആരോപണം പറഞ്ഞു. ആ ആരോപണം അനിൽ ആൻ്റണിയെ ബാധിക്കുന്ന ഒരു ആരോപണം പറഞ്ഞു. അല്ലാതെ NDA ബാധിക്കുന്നോ BJP ബാധിക്കുന്നോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അതെൻ്റെ വിഷയവുമല്ല.